എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ ഷെയർ ചെയ്യുന്നത് റൈസ് റെസിപ്പി സീരീസിലെ 4ാമത്തെ റെസിപ്പിയാണ്. നല്ല ഫ്ലേവർഫുൾ ആയിട്ട് ബസ്മതി അരി കൊണ്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഗീ റൈസ് റെസിപ്പിയാണ്. നെയ്ച്ചോറാണ്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒന്നാണ്. എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. 6 മുതൽ 8 വരെ വെളുത്തുള്ളി അല്ലി, ഒരു പച്ചമുളക്, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചെറുതായി മുറിച്ചത്, 1 ടീസ്പൂൺ പെരിഞ്ജീരകം. ഇതെല്ലാം കൂടി ഒന്ന് ക്രഷ് ചെയ്തിട്ട് എടുക്കാം. ഇതുപോലെ ചതച്ചെടുക്കാം, അല്ലാന്നുണ്ടെങ്കിൽ മിക്സിയുടെ ജാറിലിട്ട് ഒന്നങ്ങ് ക്രഷ് ചെയ്തെടുത്താൽ മതി. ഇങ്ങനെ ചതച്ചെടുത്തിട്ടുള്ള ഈ ഒരു മിക്സിൻ്റെ ഫ്ലേവറാണ് റൈസിന് നല്ലൊരു ഫ്ലേവർ കൊടുക്കുന്നത്. ഈ ഒരു റൈസിലേക്ക് എടുത്തിട്ടുള്ളത് ബസ്മതി അരിയാണ്. 1 കപ്പ് ബസ്മതി അരി നല്ലതുപോലെ കഴുകി വൃത്തിയാക്കി വെക്കാം. സാധാരണ അരമണിക്കൂർ കുതിർത്തി വെക്കാറുണ്ട്. ഞാനിവിടെ കുതിർത്തി വെക്കാതെ തന്നെയാണ് ഈ റൈസ് ചെയ്യുന്നത്. വളരെ എളുപ്പത്തിൽ പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു റൈസാണ്. റൈസിലേക്കുള്ള ബാക്കി കാര്യങ്ങൾ റെഡിയാവുന്നത് വരെ അത് മാറ്റി വയ്ക്കാം. ചൂടായ ചട്ടിയിലേക്ക് 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. അതിലേക്ക് ഹോൾ സ്പൈസസ് ചേർക്കാം. പട്ട, ഗ്രാമ്പൂ, ഏലക്ക, ജാതിപത്രി, ബേ ലീവ്സ് ഉണ്ടെങ്കിൽ അതുകൂടി ചേർത്ത് കൊടുക്കാം. പകുതി സവാള ചെറുതായി മുറിച്ചത് ചേർത്ത് കൊടുക്കാം. നേരത്തെ ഇടിച്ചു വെച്ചിട്ടുള്ള ആ ഒരു മിക്സ് ചേർക്കാം. 1 ടേബിൾ സ്പൂൺ ചേർത്താൽ മതി. ഒരു ചെറിയ തണ്ട് കറിവേപ്പില കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് പച്ചമണം മാറുന്നത് വരെ നല്ലതുപോലെ ഒന്ന് വഴറ്റി കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് കാഷ്യൂനട്ടും കിസ്മിസും ചേർത്ത് കൊടുക്കാം. ഒരു പകുതി ചെറുനാരങ്ങയുടെ നീര് ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. 1 കപ്പ് അരിക്ക് 2 കപ്പ് വെള്ളം എന്ന കണക്കിന് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കണം. ഈ ഒരു റൈസിലേക്ക് 1 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം. വെള്ളം നന്നായി തിളച്ചതിന് ശേഷം മാത്രം അരി ചേർത്ത് കൊടുക്കുക. വെള്ളം തിളക്കാതെ അരി ഇട്ട് കൊടുക്കരുത്. കുതിർത്തി വയ്ക്കാത്ത അരി ആയതുകൊണ്ട് വെള്ളം നന്നായി തിളച്ച് മറിഞ്ഞതിന് ശേഷം മാത്രം അരി അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഒന്നങ്ങ് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം അടച്ചു വെച്ചാണ് വേവിച്ചെടുക്കേണ്ടത്. ആദ്യത്തെ ഒരു 2 മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ നന്നായി ഒന്ന് തിളപ്പിച്ചതിന് ശേഷം തീ ഒന്ന് മീഡിയം ഫ്ലെയിമിലേക്ക് വെച്ച് കൊടുക്കുക. ഒരു 2-3 മിനിറ്റിന് ശേഷം തീ ചെറിയ തീയിലിട്ട് മാത്രം ഇത് വേവിച്ചെടുക്കുക. ഏറ്റവും സിമ്മിലിട്ട് തന്നെ ഇത് വേവിച്ചെടുക്കണം. ഈ ഒരു കോമ്പിനേഷൻ്റെ കൂടെ ഏറ്റവും നല്ലത് നോൺ വെജ് തന്നെയാണ്. ചിക്കൻ കറിയോ ബീഫ് കറിയോ ഒക്കെ ഈ ഒരു കോമ്പിനേഷൻ്റെ കൂടെ നല്ലതാണ്. വെജ് ആയിട്ടാണ് എടുക്കുന്നതെങ്കിൽ പരിപ്പ് കറിയും അതുപോലെ അച്ചാർ, പുളിങ്കറി അല്ലെങ്കിൽ ഡേറ്റ്സ് പിക്കിൾ ഒക്കെ ഇതിൻ്റെ കൂടെ നല്ല കോമ്പിനേഷനാണ്. ഏകദേശം ഒരു 8 മിനിറ്റിന് ശേഷം വെള്ളമെല്ലാം വറ്റി നല്ല കറക്റ്റായിട്ട് ചോറ് റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഇനി ഈ ഒരു ചോറ് ഒന്ന് ചൂടാറുമ്പോഴാണ് ഒന്നിലൊന്നിലും ഒട്ടിപ്പിടിക്കാതെ കറക്റ്റായിട്ട് കിട്ടുന്നത്. ഈ ഒരു കോമ്പിനേഷൻ്റെ കൂടെ തയ്യാറാക്കാൻ പറ്റിയ വേറൊന്നാണ് ഡേറ്റ്സ് പിക്കിൾ അല്ലെങ്കിൽ പുളിങ്കറി. 2 റെസിപ്പീസും ഞാൻ മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. പപ്പടവും അതുപോലെ മിൻറ്റ് ചട്നിയും കൂടി ഞാൻ ഇതിൻ്റെ കൂടെ കോംബോ ആയിട്ട് തയ്യാറാക്കിയിട്ടുണ്ടായിരുന്നു. നല്ല അസൽ കോമ്പിനേഷനാണ്. എല്ലാവരും തയ്യാറാക്കി നോക്കുക. വെജ് കോമ്പിനേഷന്. ഇനി അതിൻ്റെ കൂടെ ഏതെങ്കിലും ഒരു നോൺ വെജ് കറിയും കൂടി ഉണ്ടെങ്കിൽ അടിപൊളിയാണ്. അപ്പോൾ എല്ലാവരും തയ്യാറാക്കി നോക്കുക. തയ്യാറാക്കി നോക്കിയിട്ട് അഭിപ്രായങ്ങളൊക്കെ കമൻസിൽ അറിയിക്കുക.
റെസിപ്പീസ് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീഡിയോസൊക്കെ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഷെയർ ചെയ്ത് കൊടുക്കുക. ഇനിയും നല്ല നല്ല റെസിപ്പികളായിട്ട് വരുന്നതായിരിക്കും. അതുവരേക്കും താങ്ക് യു.